ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒറോട്ടിയും അതിൻ്റെ കൂടെ ഒരു മുരിങ്ങച്ചപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുട്ടക്കറിയും. ഈ ഒരു ഒറോട്ടിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ഈ ഒരു മുരിങ്ങയില ഇട്ട മുട്ടക്കറി. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ. ഒറോട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അജ്മീൻ്റെ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക. ഉപ്പിട്ടിട്ട് നമുക്ക് സദാ വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്നതിലും കുറച്ച് അധികം വെള്ളം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു കപ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ വെള്ളം ഒഴിക്കണം കേട്ടോ. നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കും കൂടി ചെയ്യണം. ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കറിക്ക് വേണ്ട തേങ്ങ, അതുപോലെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ചട്ടി ചൂടായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിൽ ചെറുത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് മുരിങ്ങൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ 2-3 മിനിറ്റ് മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിള വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ 2 കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 തള തിളച്ചാൽ നമ്മളെ കറി സെറ്റായി കിട്ടും. ആ മുരിങ്ങയിലൊന്ന് വെന്ത് കിട്ടുന്ന സമയം മാത്രം മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഒറോട്ടി ഉണ്ടാക്കാം. ഇതിൽ തലശ്ശേരിക്കാരെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. പക്ഷെ നമ്മളെ നാട്ടുകാർക്കൊന്നും ഇതറിയില്ല. ഒറോട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്ക് വേണ്ടി ഷെയർ ചെയ്തതാട്ടോ. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ പണിയുള്ളൊരു പ്ലാസ്റ്റിക് കവറിൻ്റെയൊക്കെ മേലെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി നേരെ ഓട്ടിലേക്ക് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഉള്ളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലും ആക്കരുത്, ഹൈ ഫ്ലെയിമിലും ആക്കരുത് കേട്ടോ. ഒരു ഭാഗം കളറൊക്കെ മാറി വന്നാൽ നമുക്കിതിൻ്റെ മേലേക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യോ ഓയിലോ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗം ഇതുപോലെ നല്ലപോലെ പൊന്തി വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് മാറ്റാം. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റോട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പലർക്കും അറിയില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം, അറിയില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കാണുന്നവരാണെങ്കിൽ ഒന്ന് അറിയില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്ന ബഷീൽ എൻ്റർടൈൻമെൻറ്റ്.